എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദിത്യദോഷം വന്നു കഴിഞ്ഞാലുള്ള ഫലങ്ങളും അതിൻ്റെ പരിഹാരക്രിയകളുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സൂര്യദോഷം ആർക്കൊക്കെ എന്നത് നമുക്കൊന്ന് നോക്കാം. മിഥുനം, കന്നി, തുലാം, മകരം, മീനം എന്നിവ ലഗ്നമോ കൂറോ ആയിട്ടുള്ളവർക്കാണ്. ഗ്രഹനിലയിൽ ഈ രാശികളിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നവർ തിരുവാതിര, ചോതി, ചതയം, പൂയം, അനിഴം, ഉത്രട്ടാതി, അശ്വതി, മകം, മൂലം എന്നിവ ജന്മനക്ഷത്രങ്ങളായിട്ടുള്ളവർ. ഗ്രഹനിലയിൽ 6, 8, 12 എന്നീ ഭാവങ്ങളുമായി സൂര്യന് ബന്ധം വന്നാൽ ഗോചരാൽ 3, 6, 10, 11 എന്നീ 4 ഭാവങ്ങളൊഴികെ മറ്റു ഭാവങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുന്നവർ ജാതകൻ്റെ നക്ഷത്രത്തിൻ്റെ 3, 5, 7 എന്നീ നക്ഷത്രങ്ങളിൽ സൂര്യൻ സ്ഥിതി ചെയ്യുകയോ ഗോചരാൽ സഞ്ചരിക്കുകയോ ചെയ്യുമ്പോൾ ഗ്രഹനിലയിൽ ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവർക്കൊപ്പം സൂര്യൻ സ്ഥിതി ചെയ്താൽ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ളവർക്കാണ് ആദിത്യദോഷം പറയുന്നത്. അതിന് നമ്മൾ സ്നാനം പറയാറുണ്ട്, ഉപദേശിക്കാറുണ്ട്. മനയോല, ഏലം, ദേവതാരം, രാമച്ചം, കുങ്കുമപ്പൂവ്, ചെമ്പരത്തി, പതിമുഖം, കരിങ്ങാലി, രക്തചന്ദനം മുതലായവ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. വസ്ത്രധാരണം ഇളം ചുവപ്പ് കാവി വസ്ത്രങ്ങൾ അണിയണം. പുഷ്പധാരണമാണെങ്കിൽ ചുവന്ന നിറമുള്ള പൂക്കളോടാണ് സൂര്യദേവന് പ്രിയം. രത്നധാരണമാണെങ്കിൽ മാണിക്യമാണ് സൂര്യൻ്റെ രത്നം. മന്ത്രമിതാണ്: നമസ്തുഭ്യം 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 പ്രഭാകര തത്വത്തേജ പരിപൂർണം തുരത്നം ഭവതു തത്പ്രഭോ ധാരയാമി മഹാരത്നം തദ്വീര പരിശോഭിതം പാപാനിമേ പ്രണശ്യന്തു ദിവാകര നമോസ്തുതേ. ഇതാണ് സൂര്യൻ ആദിത്യൻ്റെ പരിഹാരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സൂര്യ തേജസ് ആവാഹനം നമ്മൾ ഉപദേശിക്കാറുണ്ട്. അത് ലാൽ കിതാബിൽ നിന്നുള്ള പരിഹാരക്രിയയാണ്. അപ്പോൾ സൂര്യ തേജസ് ആവാഹനം എന്ന് പറയുന്നത് 24 ഞായറാഴ്ച തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് മുടങ്ങാതെ അനുഷ്ഠിക്കേണ്ടതാണ്. വിവിധ പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും കിടന്നുഴലുന്നവർക്ക് ശാശ്വതമായ മോചനം ഈ കർമ്മം കൊണ്ടുണ്ടാകുന്നതാണ്. അവരുടേത് പ്രശ്നം എന്തു തന്നെയായാലും ഒരു പ്രശ്നം മാത്രമേ 24 ആഴ്ചയും ആവശ്യപ്പെടാൻ പാടുള്ളൂ. കർമ്മം ചെയ്യുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധി വരുത്തി ഒരു പരന്ന കിണ്ണം എടുത്ത് വെള്ളമയം ഇല്ലാതെ തുടച്ച് അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഉച്ചയ്ക്ക് ഇതിന് തുടർച്ചയായി അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. നമസ്തേ.